ഹലോ ഗൈസ്, അപ്പോൾ എന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാൻ ഗൈസ് വന്നിരിക്കുന്നത്. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു കേട്ടോ. ചെറിയ കുടിച്ചു കഴിഞ്ഞു. കർണാടക കുറേ പേർക്കുള്ളൊരു ദൗത്യം ഈ ഒരു സംഭവം ഫേക്കാണ്. ഡൗട്ടായിരിക്കും ഇത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ സംഭവമല്ല എന്ന് പറയുന്നവരുണ്ട്. ഇത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെയാണ്. ഡാൻഡ്രഫ് ഓയിൽ തന്നെയാണിത്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും മീഷോയിലൊക്കെ അവൈലബിളാണ്. നിങ്ങൾ പോയി പെട്ടെന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകും. ഇത് ഞാൻ പറഞ്ഞല്ലോ, എണ്ണയായിട്ട് ഞാനിങ്ങനെ പറിച്ച് കളയുന്നതാണ്. എനിക്ക് വലുതായിട്ട് ഈ ഒരു സംഭവം ഇഷ്ടമല്ല. ഇതിൻ്റെ മുളക് ആപ്സ് ഗുഡ്നെസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനങ്ങോട്ട് പറിച്ച് കളയും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതായിട്ട് കുറച്ചായിട്ടുള്ളൂ വാങ്ങിട്ട്. അതാണ് ഇത് 3 ടീം. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒരു 3 ആഴ്ചയൊക്കെ കൂടിയുണ്ടാവും. ആ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ ഇത് നടക്കും തോന്നില്ല, പൈസ വേസ്റ്റായി എന്നാണ്. ഇതിൻ്റെ റേറ്റ് 3000 റുപ്പീസാണ്. അപ്പോൾ 3000ൻ്റെ അത്രയ്ക്കും ഒരു ഇതില്ല ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നു. പിന്നെ നോക്കിയപ്പോഴല്ല മനസ്സിലായ ഇതിനതുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ തലയെല്ലാം ഡാൻഡ്രഫ് ഒക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റിക്കി പോലെ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്ത് ഇങ്ങനെ പാറിക്കിടക്കും. കൂടി പാറാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്താൽ പാറിക്കിടക്കും. പിന്നെ ഡാൻഡ്രഫും പോകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് എന്തോ കാണിച്ചു തരാം. ഇതുണ്ടോ? ഈ ലിപ്സ്റ്റിക് കാണിച്ചിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടി മോഡൽ. നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല റെഡ്. ഞാനിപ്പോൾ എവിടെ ഇട്ട് കാണിച്ചിരുന്നു? എന്താ റെഡ്. പിന്നെന്താ ഇനി ഞാൻ എത്ര മണി വിളിച്ചു? ഞാൻ 8:14 വിളിച്ചു. പിന്നെ എൻ്റെ അടുത്തുള്ള കുറച്ച് ഒരു സാധനം കൂടെ ഉണ്ട്. അത് എന്നോട് കാണിക്കാൻ മറന്നുപോയി. ഇത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ അല്ല, ഇത് ഫെമിംഗോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതും തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ താരൻ പമ്പകൾ. ഇത് താരനുള്ളതല്ല കേട്ടോ. ഇത് താരനുള്ളതല്ല. നിങ്ങളുടെ മുടി വളരാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് 3 ഡ്രോപ്സ് തലയിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വരും. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഇത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ അല്ല. ഇത് ഹെയർ ലോഷൻ. ഇതല്ല. ഇതെന്തുവാ ഫെമിംഗോ എന്നാണ് ബേബി. അപ്പം അത് നമ്മുടെ ഫ്രണ്ട് പിടിച്ചതാണ്. പിന്നെ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ബാത്റൂം പോയിട്ട് വരാം. ഒന്നുകൂടി കേസ് ഇവിടെ ഉണ്ട് കൂടാണ്ട് കേസ്. എന്ത് കളി കളിക്കും എന്ന് ആർക്കും ഒന്നും ആലോചിച്ചിരിക്കുക ഫ്രണ്ട്സ്. പക്ഷെ എന്താ കളി കമന്റ് ചെയ്യൂ എല്ലാവരും. ഒരു എന്തൊക്കെ കളിക്കാൻ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഞങ്ങൾ കളിക്കാത്ത കളി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റല്, പിന്നെ ഇത് മറ്റേത് ഞങ്ങൾക്ക് കളിക്കാൻ ഇഷ്ടമില്ലാത്ത കളികളാണ് ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. മറ്റേ ഒരു ഈർക്കിൽ വെച്ച് കളിക്കുന്നില്ലേ, റാണിയും മക്കളും. അല്ല, റാണിയും മക്കളും ഒക്കെ പറയും. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്ന് പറയണം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പം ഞങ്ങള് ഈ മറ്റേത് സംസ്ഥാന കലോത്സവം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ജനുവരി 4 തൊട്ട് 8 വരെ ആയിരുന്നു. അപ്പോൾ
നാളെ വരെ ഉള്ളൂ. അപ്പം ഭയങ്കര സന്തോഷാണ്. കോഴിക്കോട് 2ാം സ്ഥാനാണ്, കണ്ണൂർ ഏറ്റവും മുമ്പിൽ, കോഴിക്കോട് 2ാം സ്ഥാനമാണ് മാർക്കിൽ വരുന്നത്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കിയാണ് ഏറ്റവും ലാസ്റ്റ്. പറഞ്ഞാല് എല്ലാത്തിനും 500, 300, 500, 400, 500 മാത്രം 300, 200 ഒരു രീതിയിൽ നിൽക്കുകയാണ്. 200 അല്ല 300ന്റെ ഒരു ഇത് നിൽക്കുകയാണ്. കൊല്ലത്തിലാണ് നമ്മുടെ ഇതുള്ളത്, ഈ പരിപാടി നടക്കുന്നത്. ഇടുക്കിയിലുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ക്ഷമിക്കണം കേട്ടോ, പാവല്ലേ ഇടുക്കിയിലുള്ള ആൾക്കാർ. കളിയാക്കാൻ വിചാരിക്കരുത്, പറയുന്നത് കേട്ടോ, ഞങ്ങൾ കളിയാക്കുന്ന നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. എല്ലാരും കാണുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഞങ്ങൾ പണ്ടേന്ന് വെച്ചാല് ഞങ്ങള് ആദ്യം അമ്മുച്ചേച്ചി കളിക്കാൻ വരായിരുന്നു, ഞാനും ഇവളായിരുന്നു പണ്ടേത്. പിന്നെ കുറെ കഴിയുമ്പോ അമ്മുച്ചേച്ചി പിന്നെ വന്നു തുടങ്ങി. പിന്നെ ഷംന വന്നു, പിന്നെ ആദവ് വന്നു, പിന്നെ ധീരജ് വന്ന്, നിരഞ്ജന്, പിന്നെ ഞങ്ങൾ 3 പിന്നെ നെഞ്ചം വന്നു, പിന്നെ ലക്ഷ്മിക്കുട്ടി വന്നു. അതിന്റെ അനിയത്തിയാണ്. അപ്പോൾ നിരഞ്ജന്റെ സ്വന്തം അനിയത്തി. അപ്പൊ എന്തായാലും എന്റെ സ്വന്തം അനിയത്തി പോലെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ആദേവ് എന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം വിളിക്കാറില്ല. പിന്നെ ആദ്യം ഞങ്ങളുടെ ഷംനെ വിടാൻ പറഞ്ഞു. ഷംനന്റെ ഇരട്ടപ്പേരാണ് സൈക്കോ. അതെന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഒരു ദിവസം കളിക്കായിരുന്നു. അന്നപ്പോ ഇവള് എന്താക്കി അറിയോ, ഇവിടെ ഞങ്ങൾ കളിക്കുന്ന ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ ഒരൊറ്റ കഴുത്ത് പിടിക്കല. അങ്ങനെ ആദ്യമാണ് ആ പേരിട്ട് സൈക്കോ എന്നുള്ള ഒറിജിനൽ പേര്. ആദ്യം പറഞ്ഞ ആള് എന്റെ വീട്, ഈ ഒരു വീടിന്റെ പൊട്ടിച്ചാനാണ് കല്ലെടുത്തത്. ഒരു ഗ്ലാസ് പെയിന്റ് ഒക്കെ ചെയ്ത പോലെ ഒരു സംഭവം ഉണ്ട് മോളിൽ. അത് കളിയാണെന്ന് വെച്ച് എറിഞ്ഞു പൊട്ടിച്ചാണ്. അതിനെ എറിഞ്ഞു പൊട്ടിച്ച് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഓനെ കാണാനൊന്നും ഇല്ലായിരുന്നു. അന്ന് വിറ്റുണ്ട്. ഇവാനെ പിടിച്ചിട്ട് ഇവാൻ എന്താക്കി മോത്തിട്ട് കൊടുത്തു. ഇവാൻ കൊടുത്തോളെ അന്ന് ആടെ നിന്നിട്ട് ദേവൂട്ടിന്റെ വീട്ടിൽ നിന്ന് കൈക്കിട്ട് ഓടി. വാനിയോ? അന്ന് ഇവിടെ അയ്യോ ഇവാനെ ഓടി വാ. അപ്പൊ അവളെ കൈ പിടിച്ച് കൈക്കടിച്ചു. ഇവളില്ലേനല്ലോ. എന്നാ അവളെ അമ്മേനോട് പറയണ്ടല്ലോ. കൈക്ക് ഞാൻ അടിച്ച ഓർമ്മയില്ല. അല്ല, മുഖം പൊറിപ്പിച്ചിരുന്ന കണ്ണൂത്തിട്ട്. സോറി ഫ്രണ്ട്സ്, ഞാൻ ഒന്നുകൂടെ എടുക്കാൻ പോകാൻ അവക്ക് പടി കൊളായി പോയി. ഇല്ലില്ല, അടുത്ത് ഡെൻമാർഡ് ഫസ്റ്റ് തൊട്ടാ അടുത്ത് കഴിഞ്ഞാ കൊറേ ഞായറാഴ്ച നാളെ തൊട്ട് സ്കൂളാണ്. ഒരാഴ്ച ഞാൻ ലീവായിരുന്നു, എനിക്ക് പനിയായിട്ട്. തിങ്കളാഴ്ച ആകെ സ്കൂളിൽ പോയി. രാവിലെ തൊട്ട് ഉച്ച വരെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ ജനുവരി 1 ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത്. അപ്പൊ ഉച്ച വരെ അങ്ങനെയായിരുന്നു. പിന്നെ ഉച്ചക്ക് ഡ്രസ്സും കൂട്ടാൻ വന്നു. പിന്നെ തൊട്ട് ഞാൻ പോയില്ല. പിന്നെ ചൊവ്വാഴ്ച ലീവ്, ബുധൻ ചൊവ്വ തൊട്ട് എനിക്ക് പനിയായിട്ട് ഞായർ വരെ. ഫ്രണ്ട്സ്, ഞങ്ങളൊരു സാധനം കാണിച്ചാൽ ദേവൂസിന്റെ കലാപരിപാടികൾ. എന്താ ഫ്രണ്ട്സ് കണ്ടോ? ദേവൂസിന്റെ ടാബ് കടന്നത് ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ഷോർട്സ് ആണ്. ഞങ്ങൾക്ക് ഷോർട്സ് ഉണ്ട്. ഈ ഷോർട്സിനാണത്. ഇതൊരു ഫെയർ ആൻഡ് സോഫ്റ്റ് ക്രീമാണിത്. നമ്മളെ കാലിൻ്റെ ഹെയർ റിമൂവർ ആണ് കേട്ടോ. നമ്മൾ കൈക്കും കാലിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് 2 മിനിറ്റ് നല്ല മണം ഉണ്ടാവും. ഇത് കാലത്ത് രോമ കോഴ്സാണ്. നോക്കട്ടെ, ഞാൻ മണത്തോക്കട്ടെ, ഇന്ന് തരാം. എടി മണം പിന്നെ പോകില്ല. ഗൈസ്ബർക്ക് വാശി എനിക്ക് മണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെച്ച ക്രീമാണ്. ആ ക്രീമാണ് അവിടെ ക്രീമുണ്ട്. ഇതാണ് ഞാൻ വെച്ചതാണ്. ഞാൻ ഫ്രണ്ട്സ്, ഞങ്ങൾ എന്തെങ്കിലും കളിക്കാൻ നോക്കട്ടെ. എനിക്കൊന്നും കിട്ടുന്നില്ല. എന്നോട് ഇത് നല്ലൊരു സംഭവമാണ്. അപ്പം എല്ലാവരും ഇത് നല്ല ഇതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലവർക്ക് പേടിയായിരിക്കും ഇങ്ങനെ ഷേവ് ചെയ്യാൻ, കാലിൻ്റെ രോമങ്ങൾ ഷേവ് ചെയ്യാൻ. പിന്നെ വാക്സിൻ ആണെങ്കിൽ ഒട്ടും പേടിയായിരിക്കും വാക്സിൻ. അതിൻ്റെ ബെസ്റ്റ് സൊല്യൂഷനാണ്. വേറെ ഒരു സാധനം ഉണ്ടായിരുന്നു, മറ്റേ യൂട്യൂബിൽ കുറേ ഇറങ്ങിയിട്ടുള്ള ഒരു സത്യം പറയാ. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ അതിൽ എന്തോ സാധനം ഉണ്ട്, ഹെയർ റിമൂവർ. അമ്മുച്ചേച്ചിയെ പിന്നെ ഞാൻ എന്താ പറയാ
ഇതൊക്കെ ഓഫാക്കുന്നതിന് പറഞ്ഞു ആ ഞങ്ങള് ചെറിയ കാര്യം ഫ്രണ്ട്സ് ഇനി നമുക്ക് നേരെ കളിയുടെ വീട്ടിലേക്ക് തുടങ്ങാം. അങ്ങനെ പറയാണ് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്താ കളിക്കാൻ. ഇത്രയും നേരം ഇവളുടെ പളപള സംസാരമായിരുന്നു. ഞങ്ങൾ ഇത്രയും നേരം ഇങ്ങനെ ഫ്രണ്ട്സ് നിങ്ങൾ ഹോജോ ബോർഡ് കളിച്ചിട്ടുണ്ടോ? ഹോജോ ബോർഡ് അല്ലേ ഹോജോ ബോർഡ്. ഞാൻ 2 പ്രാവശ്യം കളിച്ചു. ഒന്നാമത്തെ ഭയങ്കര ഞാൻ 2 പ്രാവശ്യം ഒരു 3 പ്രാവശ്യം കളിച്ചു. 2 പ്രാവശ്യം. 2 പ്രാവശ്യം. അപ്പൊ നീ 1 പ്രാവശ്യം. നിങ്ങൾ 1 പ്രാവശ്യം കളിച്ചു. പിന്നെ നമ്മൾ ഒന്നും കൂടി കേട്ടി കളിച്ചു. പിന്നെ കളിച്ചില്ലേ? അല്ലല്ല 2 നമ്മൾ തള്ളി വിടാട്ടോ. പറഞ്ഞ ഒരാൾ വന്ന് പിന്നെ എട്ടണ. ഞാൻ 1 പ്രാവശ്യം ഭയങ്കര വിറ്റായിരുന്നു. മറ്റേ ഇതിന്റെ മാരുണ്ട് കൊച്ചുട്ടിയിലെ ഒരു ക്യാരക്ടർ പോലെ ഉണ്ട് കണ്ടിട്ട്. നമുക്ക് കണ്ടാൽ വിറ്റേ തോന്നും. അതിന്റെ അതൊക്കെ മനസ്സിലുണ്ട്. വേറെ നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാം. എന്ത് കളിക്കും വീഡിയോയിലേക്ക് കടക്കുക അറിയട്ടെ എന്ത് കളിക്കും. നമ്മൾ ആകാശദൂത് കാണാൻ പോകുകയാണ്. ഇന്നലെ രാത്രി എന്തായിരുന്നു കണ്ടത്? നമ്മൾ കണ്ടുട്ടോ. ലാസ്റ്റ് ഞാൻ പറഞ്ഞു മകത്തിട്ട് കരിയൊന്നുമില്ല എന്നിട്ട് കണ്ണീർ തുടച്ചിട്ട് എന്നെ കിടന്നുറക്കിയത്. അപ്പം ഒന്ന് നമ്മൾ ആകാശദൂതാണ് കാണാൻ പോകുന്നത്. ഗ്യാസ് അത് കഴിഞ്ഞ പിന്നെ നമുക്ക് പോയിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞു. ഞാൻ അത്യാവശ്യം എപ്പോഴേക്ക് ഇച്ചിരി കരഞ്ഞു തുടങ്ങിട്ടോ. ഞങ്ങൾ വെള്ളം ഉറ്റി കണ്ണിന് വെള്ളം ഉറ്റിപ്പോയി. പിന്നെ തുടച്ച് എല്ലാം കൂടെ ആയപ്പോഴാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാനിപ്പോൾ വരുന്നത്. അടിപൊളി സിനിമയാണ് ഗൈസ്. അത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും 100% ആൾക്കാരുടെ കണ്ണിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും വരും ഉറപ്പാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.